എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നാളത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നാളത്തെ ദിവസം എന്ന് പറയുമ്പോൾ ജനുവരി 11 അല്ലേ? അപ്പോൾ 11/1 എന്ന് വരുന്ന ഒരു ദിവസമാണ് നാളെ. 11/1 എന്ന് എഴുതുമ്പോൾ 111 പോർട്ടൽ വരുന്ന ഒരു ദിവസമാണ് നാളെ. അതുകൊണ്ട് തന്നെ അത്രയും സ്പെഷ്യലാണ് ആ സമയം എന്ന് പറയുന്നത്. 11/1 എന്ന് ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിൽ നമ്മൾ 11 മിനിറ്റുള്ള സമയത്ത് എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും അട്രാക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് പോസിറ്റീവായിട്ട് അതിനൊരു ഫലം എന്തായാലും ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത്രയ്ക്കും ശക്തിയേറിയ ഒരു ഏഞ്ചൽ നമ്പർ വരുന്ന ദിവസമാണ്. ആ സമയത്തിന് തന്നെ ചെയ്യുകയാണെങ്കിൽ അത് അത്രയും പോസിറ്റീവായിട്ട് നമുക്ക് വന്നു ഭവിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബി കെയർഫുൾ എന്നുകൂടി പറയാനുണ്ട്. എന്തെങ്കിലും കേട്ടിട്ട് ഓടിപ്പോയി മാനിഫെസ്റ്റ് ചെയ്യരുത്. കാരണം അത് അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ്, പവർഫുള്ളായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് വേണം. അതായത് പറഞ്ഞു വരികയാണെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ വേണം എന്ന് പറയുന്നത്, ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യം എനിക്ക് നല്ലതിനാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം മാനിഫെസ്റ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ അത് ഇപ്പം നമുക്ക് പെട്ടെന്നൊരു ഇമ്പൾസിൽ തോന്നുന്ന കാര്യത്തിന് പോയിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതുകൊണ്ട് അത് ചെയ്യണ്ടേന്നില്ല എന്ന് തോന്നിയിട്ട് കാര്യമില്ല. കാരണം അത്രയും പവർഫുള്ളായിട്ടുള്ള ടൈമാണ്, പവർഫുള്ളായിട്ടുള്ള സമയമാണ് 11/11 പോർട്ടൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ കാര്യത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാം, ശരി, ഓക്കെ, ഒന്ന് പരീക്ഷിച്ച് കളയാം എന്നൊക്കെ വിചാരിച്ചിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത്. അപ്പോൾ ആദ്യം മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മൾ എന്തിനെക്കുറിച്ചാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാവുക. അതെനിക്ക് നല്ലതാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാം. അത് നിങ്ങൾക്ക് നടന്നിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഏഞ്ചൽ നമ്പർ കൂടിയാണ് 111 എന്ന് പറയുന്നത്. 111 ഏഞ്ചൽ നമ്പർ നമ്മളോട് എപ്പോഴും പറയുന്നത് ദി അൾട്ടിമേറ്റ് ഡിവൈൻ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പോണു എന്നുള്ളതാണ്. നമ്മുടെ നല്ലതിന് വേണ്ടി അൾട്ടിമേറ്റ് ഡിവൈൻ, ഏഞ്ചൽ എന്ന് വിളിക്കാം, യൂണിവേഴ്സ് എന്ന് വിളിക്കാം, ഈശ്വരൻ എന്ന് വിളിക്കാം, എന്തോ ആവട്ടെ, ആ അൾട്ടിമേറ്റ് ഡിവൈൻ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നമ്മളുമായിട്ടുള്ള കണക്ഷൻ വരുന്ന സമയമാണ് 11/11 അല്ലെങ്കിൽ 111 പോർട്ടൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ഡേറ്റാണ് 111 എന്ന് പറയുന്നത്. അതേ സമയത്ത് നമ്മൾ ആ ടൈം കൂടി 11/11 എന്ന് പറഞ്ഞിട്ടുള്ള ടൈമിലേക്ക് പോകുമ്പോൾ എപ്പോഴും 111 റിപ്പീറ്റാണ് പറയുന്നത് അല്ലേ. 1 എന്ന് പറയുമ്പോൾ എപ്പോഴും അത് സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ അത് ഈശ്വരൻ്റെ ഡിവൈൻ എനർജിയുമായിട്ട് സ്ട്രെയിറ്റായിട്ട് കണക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഐഡിയ, നമുക്ക് വേണ്ട കാര്യം, അത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യം അത്രയും സ്ട്രെയിറ്റ് ആയിരിക്കണം. സ്ട്രെയിറ്റാണ് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ പോയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത്. ഇനി എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഡീപ്പ് ബ്രീത്ത് എടുക്കുക, തയ്യാറായിട്ടിരിക്കുക. 11 മണിക്കാണ് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക, മാനിഫെസ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. തയ്യാറായിട്ടിരിക്കുക, ബ്രീത്തൊക്കെ എടുത്ത് നന്നായിട്ട് തയ്യാറായിട്ടിരിക്കുക. അതിൻ്റെ കൂടെ ഒരു വൈറ്റ് പേപ്പർ തന്നെ കയ്യിൽ വെച്ചിട്ട് അതിൽ 1 to 11 വരെ നമ്പർ ഇട്ടിട്ട് റെഡി ആയിട്ട് ഇരിക്കുക. 1 to 11 വരെ നമ്പർ ഇട്ട് വയ്ക്കുക. എന്നിട്ട് കറക്റ്റ് 11 മിനിറ്റ് ആവുമ്പോൾ ആണ് എഴുതേണ്ടത്. കാരണം 11 എന്ന് പറയുന്നതും
അതും 1ൻ്റെ റിപ്പീറ്റേഷൻ തന്നെയാണ് വരുന്നത്. എപ്പോഴും 11 ചെയ്യാലോ എന്ന് വിചാരിക്കേണ്ട. 11 എന്ന് പറയുമ്പോൾ നമ്മൾ 11:01 എന്നാണ് നമ്മൾ സാധാരണ ടൈം എഴുതുമ്പോൾ. ആ 0 അതിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ അതിൻ്റെ പവർ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും 11 മണി എന്നുള്ളതിൽ 11 ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ 11 പോർട്ടലായി പോവില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ 11 ജനുവരി, അതായത് 11/1 അവിടെ തന്നെ നമുക്ക് 3 വൺസ് റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞു. പിന്നെ വരുന്നത് നമ്മളത് ക്വാഡ്രൂപ്പിളായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. 11/11 ചെയ്യുന്നതാണ് എപ്പോഴും ബെസ്റ്റായിട്ടുള്ളത്. 11/11 ടൈമിന് വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുക. വൈറ്റ് പേപ്പറിൽ 1 to 11 നമ്പർ ഇട്ട് 11/11 സമയമാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. പകൽ 11/11 ചെയ്യാം, അല്ല രാത്രി 11/11 ചെയ്യാം. എന്തായാലും കുഴപ്പമില്ല, സെയിം ഡേറ്റിലാണ് അത് വരുന്നത്. ഇനി ചെയ്യേണ്ടത് 11/11 ആവുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ പേപ്പറിൻ്റെ തൊട്ടു മുകളിൽ ഏറ്റവും മുകളിലായിട്ട് 111 എഴുതുക. അതായത് 11/1, അതായത് 111 എന്നുള്ളത് എഴുതുക, 111. അതിനുശേഷം നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യം നടന്ന് കിട്ടിയതായിട്ട് നിങ്ങൾ എഴുതുക. അതായത് ഇപ്പം എനിക്ക് ഇത്ര രൂപ ആവശ്യമുണ്ട് എന്നാണ് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹമെങ്കിൽ വലിയ വലിയ രൂപകളൊന്നും എഴുതരുത്, ഗ്രീഡി ആയിട്ടുള്ള രീതിയിൽ എഴുതാൻ പാടില്ല. എങ്കിലും അത്യാവശ്യം നമുക്കിപ്പം പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉള്ള രീതിയിലുള്ള പണം എഴുതുകയാണെങ്കിൽ നടക്കും തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഗ്രീഡിനെസ് ഒരിക്കലും ഇത് പോസിറ്റീവ് കൊണ്ട് തരില്ല. ചെയ്യേണ്ടത് ഇതാണ്, അതിന് നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. ഇപ്പം എനിക്ക് ഇത്ര രൂപ ആവശ്യമുണ്ട് എന്നാണ് നമ്മുടെ മനസ്സിലെ ആഗ്രഹമെങ്കിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്, എനിക്ക് ഇത്ര രൂപ ഇപ്പോൾ കയ്യിൽ ഉണ്ട്, എനിക്ക് അത് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് എഴുതേണ്ടത്. ഇത്ര രൂപ എനിക്ക് ലഭിച്ചു കഴിഞ്ഞു, എൻ്റെ കയ്യിൽ ഇത്ര രൂപയുണ്ട് എന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. ഒരൊറ്റ സെൻറ്റൻസ് ആയിട്ടാണ് എഴുതേണ്ടത്. കുറേ പാരാഗ്രാഫ് എഴുതി വെക്കരുത്. ഒരൊറ്റ സെൻറ്റൻസിൽ നമ്മുടെ ആഗ്രഹം ലഭിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ കൂടെയുണ്ട്, ഇന്ന ആൾ എൻ്റെ കൂടെയുണ്ട്, അങ്ങനെ ഒക്കെ പോസിറ്റീവായിട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എഴുതുക. 11 തവണ നമ്മൾ ഓൾറെഡി നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ 11 നമ്പറിലും ഒറ്റ സെൻറ്റൻസ് ആയിട്ട് കാര്യം എഴുതിയതിന് ശേഷം നന്ദി 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 3 തവണ എഴുതുക. ഇതാണ് മാനിഫെസ്റ്റേഷൻ ടെക്നിക് എന്ന് പറയുന്നത്. ഈ 11/11 ചെയ്യേണ്ടത്. അത് നാളെയാണ്, അതായത് ജനുവരി 11 നാളെയാണ്. അപ്പോൾ 111 3 1 വന്നു കഴിഞ്ഞു. പിന്നെ 11/11 ചെയ്യുന്നത്. അപ്പോൾ 1111 വന്നു. ആ സമയത്ത് ചെയ്യുമ്പോൾ അത് നടന്നിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ പറയാനുള്ളത്, ഒരൊറ്റ തവണ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ മതി. ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ പേപ്പർ നമ്മുടെ മടക്കിയിട്ട്, അതായത് നമുക്ക് ടുവേർഡ്സ് മീ എന്ന് പറയില്ലേ, ആ രീതിയിൽ നമ്മളിലേക്ക് ഇങ്ങനെ മടക്കുന്ന രീതിയിൽ മടക്കുക. പേപ്പർ മടക്കുക, നമുക്ക് എതിരെ മടക്കരുത്, നമ്മളിൽ നിന്ന് അകത്തി രീതിയിൽ മടക്കരുത്, നമ്മളിലേക്ക് വരുന്ന രീതിയിൽ പേപ്പർ മടക്കിയിട്ട് അത് നമ്മുടെ പേഴ്സിലോ അല്ലെങ്കിൽ അങ്ങനെ പെട്ടെന്ന് ആരെങ്കിലും കാണണ്ട, നോട്ടീസ് ചെയ്യുന്ന രീതിയിൽ വെക്കേണ്ട, അല്ലാതെ എവിടെയെങ്കിലും അത് എടുത്ത് വയ്ക്കുക. അത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ കത്തിച്ച് കളയുക, അല്ലെങ്കിൽ മണ്ണിൽ ആരും ചവിട്ടാത്തടത്ത് ഒന്ന് കുഴിച്ചിടുക. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇനി കുറേ കാലം നീണ്ടു നിൽക്കുന്ന ഇതൊക്കെയാണെങ്കിൽ കഴിയുന്നതും അധികം വേറെ ആരും അത് പേപ്പർ കാണാത്ത രീതിയിൽ എവിടെയെങ്കിലും നന്നായിട്ട് എടുത്ത് വയ്ക്കുക. മറന്നു പോകരുത്, ഇന്ന കാര്യം അവിടെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. കാരണം നടന്നു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ കത്തിച്ച് അഗ്നിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ ചെയ്യാം. പിന്നെ അത് എഴുതേണ്ടത് റെഡ് ഇങ്ക് പേന വെച്ചിട്ടാണ് എഴുതേണ്ടത്. റെഡ് ഇങ്ക് പേന വെച്ചിട്ട് എഴുതുക. വെളുത്ത പേപ്പറിൽ, അതായത് വൈറ്റ് പേപ്പറിൽ, ലൈൻസ് ഉള്ള പേപ്പർ എടുക്കണ്ട എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഓൾറെഡി ലൈൻ ഇട്ട പേപ്പറായി കഴിഞ്ഞാൽ
അത് സാധാരണ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിനും ലൈനിട്ട പേപ്പർ സാധാരണ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് റെഡ് ഇങ്ക് പേന വെച്ചിട്ട് ലൈൻസ് ഇല്ലാത്ത പേപ്പറിൽ എഴുതൂ. പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യൂ. പരീക്ഷിക്കാൻ ചെയ്യാതെ ഇത് നടക്കും, എനിക്ക് വിശ്വാസമുണ്ട് എന്നുള്ള രീതിയിൽ ബ്രീത്ത് എടുത്ത് തയ്യാറായി പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്തു നോക്കൂ. അത് നിങ്ങൾക്ക് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.